ആശാ ബ്ലോജി ആശാസ് ടീച്ചർ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനോടകം അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ബട്ടൺ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയണ്ടേ? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു തട്ടിക്കൂട്ട് മട്ടൻ കറി. അത് 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഒരു മട്ടൻ കറി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാ. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇത് ഏകദേശം 1/2 കിലോയിൽ കൂടുതൽ മട്ടൻ ഉണ്ട്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. മട്ടനിലോട്ട് ഞാൻ ടീസ്പൂൺ കണക്കാണ് ഇടുന്നത്. കുറച്ച് മട്ടനേ ഉള്ളൂ കേട്ടോ. എല്ലാം ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു. ക്വാളിറ്റി സ്ട്രീറ്റിന്റെ ഒരു പാത്രത്തിനകത്തോട്ട് കുഞ്ഞിന്റെ ബേബി ഫുഡ് വാങ്ങിക്കുന്ന ചെറിയ ജാറാണ്, ചെറിയ ഗ്ലാസ് ജാറ്. അത് എല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റി. അപ്പോൾ ഇതിനകത്തോട്ട് വേണ്ടി ചേരുവകൾ ഞാൻ ചേർക്കുവാണ്. അതായത് 1 ടീസ്പൂൺ അളവാണ്, 5 ml. അപ്പോൾ ഇതിലോട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിത് ചുമന്ന കറിയായിട്ടല്ല വെക്കുന്നത്. എനിക്കൊരു ഡാർക്ക് കളറ്, ലൈറ്റ് ഗ്രീൻ കളറ് അതുപോലെ ഇരിക്കും. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ പൊടിച്ചത് തന്നെയാണ്, പുറത്തുനിന്നൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല. ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു 4 വിസിൽ. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്രേവിയായിട്ട് എടുക്കുന്നത്. അപ്പം കുക്കർ അടച്ചിട്ട് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഫുൾ ഫ്ലെയിം വേണ്ട. നമുക്ക് 4 വിസിൽ മതി. മട്ടൻ പെട്ടെന്ന് വേവും. കുറച്ച് മട്ടനേ ഉള്ളതുകൊണ്ട് ഞാൻ 2 മീഡിയം സൈസ് സവോള എടുത്തേക്കുന്നത്. ഇത് പിന്നെ ഞാൻ ഒന്നും അരച്ചൊന്നും അല്ല ചെയ്യുന്നത്, എല്ലാം ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം ആദ്യം ഞാൻ സവോള ക്രഷ് ചെയ്ത് എടുക്കുക. ചെറിയ ജാറായതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ക്രഷിങ് നടന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ക്രഷ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പച്ച കളർ ഒരു ലൈറ്റ് ബ്രൗണും കൂടെ ചേർന്നൊരു കളറാണ് ഇതിന് വരുന്നത്. ഞാൻ തന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചെടുത്തത്. ഇത് ഞാൻ ക്രഷ് ചെയ്യാൻ പോകും. ഇതിലേക്ക് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഇതിനകത്ത് ക്രഷ് ചെയ്തത്. ഇത് ഞാൻ ആ സവോള ക്രഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്യാൻ പോവാം. ഈ കൂട്ടിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് മട്ടൻ ഇട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ മട്ടൻ കറി അപ്പോഴത്തേന് റെഡിയാവും. ഈ കൂട്ടിന് ആവശ്യമായ അല്പം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. മട്ടൻ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്നിട്ടില്ല. ഇത് നന്നായിട്ട് വഴങ്ങോട്ടെ. എനിക്കൊരു ഹെൽപ്പറും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. തലയും കുത്തി താഴെ വീണേ. അപ്പൊ ഞാൻ ഈ വിളിച്ചോണ്ട് വരുന്നത് തലയൊക്കെ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പം കരഞ്ഞാൽ ഞാൻ ഈ വിളിച്ചോണ്ട് വരുന്ന. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. കുഞ്ഞിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഏത് കറിയാ ഇഷ്ടം? 4. ചിക്കൻ ആണോ, മട്ടൻ ആണോ, ഫിഷ് ആണോ, ഏതാ ഇഷ്ടം?
എന്നാല് ചിക്കനോ മട്ടനോ ഫിഷോ ഏതാ ഇഷ്ടം? മട്ടനോ? അപ്പൊ മട്ടൻ വെന്തിരിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാം. ഇതിന്റെ കളർ കണ്ടോ? ഒരു ഗ്രീനും ലൈറ്റ് ബ്രൗണും കൂടെ ചേർത്തിട്ടൊരു കളർ. ഈ കളറിലാണ് എനിക്ക് ഈ കറി കഴിക്കാൻ ഇഷ്ടം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കൂടുതൽ വെള്ളമൊന്നും ചേർക്കാനില്ല. ഇതൊന്ന് വെന്ത് ഒന്നുകൂടെ ഒന്ന് വേകുക, അത്രേ ഉള്ളൂ. മുക്കാലും വെന്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ സവോളയും വെളുത്തുള്ളി എല്ലാം കൂടെ മട്ടനോട്ടൊന്ന് പിടിച്ചാൽ മതി. നമ്മുടെ കറി എത്തിയിട്ട് റെഡിയാവും. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി പൊടിക്ക് കുറവായിരുന്നു. ഞാൻ അതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പമല്ല, നല്ലതായിട്ട് തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതിന്റെ മണവും ടേസ്റ്റും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർക്കാവൂ. ഞാൻ ചേർക്കുന്നെന്നും പറഞ്ഞിട്ട് ഇത്രയൊന്നും ഇത് എടുത്ത് ചേർക്കല്ലേ. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ മട്ടൻ അല്ലേ, കുറച്ച് കറിവേപ്പില ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പം തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതാ പച്ചപ്പ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ചൂട് കൊണ്ടത് വേഗം. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് കറി മാറ്റാൻ പോവാം. റെഡിയായ മട്ടൻ കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ചേരുന്ന ഒരു ബൗളിലോട്ട് ഞാനത് മാറ്റി ഒരു ബൗളിലോട്ട് മാറ്റി കേട്ടോ. ഈ മട്ടൻ കറി നമ്മൾ സാധാരണ പ്ലാൻ ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ്, എക്സാക്ട് ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഇത് തട്ടിക്കൂട്ട് കറിയായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. 10 മിനിറ്റിന്റെ ഒരു താമസം ഉണ്ടാകുന്നുള്ളൂ. മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചപ്പാത്തികളോടൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണിത്. നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്പം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഇഷ്ടപ്പെട്ട വിഭവങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യണം, മറക്കരുതൊന്നും. അപ്പൊ ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.